ഹലോ, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. കുറേ നാളായി നമ്മളൊരു അൺബോക്സിങ് എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അൺബോക്സിങ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ് സ്മിട്ടൺ അൺബോക്സിങ്. അപ്പോൾ എനിക്ക് ഈ വട്ടം സ്മിട്ടൺ വാങ്ങി ഭയങ്കര ലാഭത്തിലാണ് കിട്ടിയത്. 199 റുപ്പീസിന് എനിക്ക് 12 ട്രയൽ പോയിന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി അത് കാണിച്ചിടാമെന്ന് വിചാരിച്ചു. നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫ്യൂംസ്, ഡിയോഡ്രൻസ്, ഈ സംഭവങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ വട്ടം ട്രൈ ചെയ്തത് കൂടുതൽ അതായിരുന്നു. നിങ്ങൾ ഇത് മാത്രം വാങ്ങിയെന്ന് വിചാരിക്കരുത്. 12 ട്രയൽ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് തോന്നിയത്. അപ്പോൾ ഫസ്റ്റത്തെ വന്നിട്ട് ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ്. ഞാനത് ഒരുമിച്ച് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇത് 4 എണ്ണം വൈൽഡ് സ്റ്റോണിൻ്റെ തന്നെയാണ്. വൈൽഡ് സ്റ്റോണിൻ്റെ ലെജൻഡ് എന്നുള്ളൊരു ഇതാണ് വരുന്നത്. ലെജൻഡ് ഇതെല്ലാം 40 ml ആണ്. ഇത് ഭയങ്കര എനിക്ക് വെർത്തായിട്ട് തോന്നി. 40 ml നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. 1 ട്രയൽ പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വാങ്ങുന്ന ടൈമിൽ. ഇതാണ് ഫസ്റ്റ് വൺ, ലെജൻഡ് എന്നുള്ളത്. പിന്നെ വൈൽഡ് സ്റ്റോണിൻ്റെ തന്നെ അടുത്തതാണ് ഇൻറ്റൻസ് ട്രാൻസ് എന്നുള്ളത്. ഇതടുത്തത് ഇതായിരുന്നു എനിക്കിതിൽ ഞാൻ അതിൻ്റെ സ്മെല്ല് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല്. നല്ലൊരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇതായിട്ട് തോന്നിയത്. വന്നിട്ട് ഇൻറ്റൻസ് ട്രാൻസ്, വൈൽഡ് സ്റ്റോണിൻ്റെ ഇൻറ്റൻസ് ട്രാൻസ് എന്നുള്ളത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് അഗെയിൻ വൈൽഡ് സ്റ്റോണിൻ്റെ തന്നെ റെഡ് എന്നുള്ളത്. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഇത് അത്രയ്ക്ക് കാര്യമില്ല, എന്നാലും കുഴപ്പമില്ല. കാരണം ഈ ഒരു നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു റേഞ്ചുള്ളതായിരുന്നു ഞാനതെടുത്തു. 40 ml ആയതുകൊണ്ട്. ആൻഡ് അഗെയിൻ ദ ലാസ്റ്റ് വൺ വൈൽഡ് സ്റ്റോണിൻ്റെ വന്നിട്ട് കോഡ് എന്നുള്ളതാണ്. ഇതാണ് വരുന്നത്. ഈ ഒരു കളറിലുള്ള ബോട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ സ്മെല്ല് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു, ഇത് ആക്ച്വലി കുറച്ചും കൂടി ഇങ്ങനെ ഒരു കുറച്ച് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു സ്മെല്ലായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാണ് വൈൽഡ് സ്റ്റോണിൻ്റെ 4 ട്രയൽ പോയിന്റ്സ് അല്ല, ഓരോ ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് ഞാൻ ഓരോന്ന് വെച്ചിട്ട് വാങ്ങി. അതിന് 4 വൈൽഡ് സ്റ്റോണിൻ്റെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് വന്നിട്ട് പിന്നെ എല്ലാം വാങ്ങിയത് ചെറിയ ഇതാണ് പെർഫ്യൂംസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് റാംസൺസിൻ്റെ ബ്രൗൺ വോളറ്റ് അങ്ങനെയുള്ള, ഇത് EDP ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പോഴും പെർഫ്യൂംസ് എല്ലാം വാങ്ങുമ്പോൾ നമ്മൾ EDP നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിച്ചോളൂ. EDP ആണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടമുള്ളവർ EDP തന്നെ വാങ്ങിക്കോളൂ. ഇത് റാംസൺസിൻ്റെ, ഇത് നല്ലൊരു സ്മെല്ലാണ്. ഇതിൻ്റെ തുറന്ന് കാണിച്ചു തരാം എത്രയാണ് ക്വാണ്ടിറ്റി. ഇത് ചെറുതാണ്, ബട്ട് ഇറ്റ്സ് ക്യൂട്ട്. സി കണ്ടോ, ഇതാണ് വന്നിട്ട് ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി. കണ്ടോ, നമുക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ചെറുത് വരുന്നത്. ഇത് 10 ml ആണ് വരുന്നത്. 10 ml ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതിന് 1 ട്രയൽ പോയിന്റ് ആണ് ഉണ്ടായിരുന്നത് ഞാൻ വാങ്ങുന്ന ടൈമിൽ. ഞാൻ എല്ലാം 1 ട്രയൽ പോയിന്റ്സിൻ്റെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഈ വട്ടം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ബോംബെ ഷേവിംഗ് കമ്പനി എന്നുള്ളതിൻ്റെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും അഗൈൻ 10 ml ആണ് വരുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ടൈറ്റായിട്ടിരിക്കുന്നത് യെസ്, കണ്ടോ, ഇതാണ് ബോംബെ ഷേവിംഗ് കമ്പനി എന്നുള്ളത്. പക്ഷെ എനിക്കിതിൻ്റെ ഇത് കൊള്ളില്ല. എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇത് അത്ര കൊള്ളുണ്ടായിരുന്നില്ല. ഇതാണ് അടുത്തൊരു ചോട്ടാ പെർഫ്യൂം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇതൊക്കെ ബോംബെ ഷേവിംഗ് കമ്പനി എന്നുള്ളതാണ്. ഇതിൻ്റെ ഞാൻ വീണ്ടും ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇവരുടെ സ്മെല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതും 10 ml ആണ് വരുന്നത്. കണ്ടോ, ഇതും നേരത്തെ കാണിച്ച പോലത്തെ ഒരു ചെറിയ പാക്കേജാണ് വരുന്നത്. എനിക്ക് ഇതും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ബോംബെ ഷേവിംഗ് കമ്പനി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല വാങ്ങാനായിട്ട്. ആൻഡ് എഗെയിൻ ഞാൻ അതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബോംബെ ഷേവിംഗ് കമ്പനിയുടെ എലേനോ EDP തന്നെയാണിത്. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് EDP ചെയ്തുകൊണ്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചത്. ഇത് ബോംബെ ഷേവിംഗ് കമ്പനി വെലേനോ. കണ്ടോ, ഇത് 10 ml ആണ്. ഒരു ട്രയൽ പോയിന്റ് തന്നെ ഇതിനുണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഇത് ഞാൻ കേട്ടിട്ടില്ല. മാൻ അപ്പ് എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. ഇത് വന്നിട്ട് ഇതുപോലെ തന്നെ 10 ml ആണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ബോക്സ് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇത് കാണാനായിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ബോക്സ് തുറന്ന് കാണിച്ചു തരാം. പക്ഷെ ക്യൂട്ടായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഇതിൻ്റെ ബോട്ടിൽ കണ്ടോ ഭയങ്കര ഉണ്ടോ. ഇത് ഇത്രയും നേരത്തിൽ ഇത് ഒരു നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത് നല്ലതായിരുന്നു കേട്ടോ.
ഇതിൻ്റെ സ്മെല്ല് അടിപൊളി സ്മെല്ലായിരുന്നു. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതും EDP ആണ് വരുന്നത്. നമ്മൾ EDP എപ്പോഴും നോക്കിയിട്ട് വാങ്ങണം. ഇത് നല്ലൊരു സ്മെല്ലാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനും ഒരു ട്രയൽ പോയിന്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആൻഡ് അഗെയിൻ പെർഫ്യൂം തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. സീക്രട്ട് കോഡ്, റാംസൺസിൻ്റെ സീക്രട്ട് കോഡ്. ഇത് കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിത് ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് റാംസൺസിൻ്റെ സീക്രട്ട് കോഡ് എന്നുള്ളത്. ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. റാംസൺസിന് പിന്നെ വലിയ ബോട്ടിലൊക്കെ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനിത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി ചെറുത് വാങ്ങിയെന്നുള്ളൂ. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബാഗിൽ വെച്ച് കൊണ്ടുപോകാമല്ലോ. കണ്ടോ, ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നത്. അടിപൊളി സ്മെല്ലാണ്. ഇത് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് ഇത്. കണ്ടോ? ഓക്കെ, അത് അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, ഇത് കുഞ്ഞൊരു ചോട്ട പെർഫ്യൂം കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഡയർ ഡെവിൾ. ഇറ്റ്സ് ഡയർ ഡെവിൾ. ഇതാണ് ഡയർ ഡെവിൾ എന്നുള്ളത് വാങ്ങിയത്. ഇത് വളരെ ചെറുതാണ്. ഇത് 5 ml ഉള്ളൂ. കണ്ടോ ഇതിൻ്റെ സ്മെല്ല്? ഇത് നല്ല സ്മെല്ലാണ്. ഇത് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അടിപൊളി സ്മെല്ലാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചെറുതാണ് ഇത് വരുന്നത്. കണ്ടില്ലേ, കുഞ്ഞൊരു ബോട്ടിലാണ് വരുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റത്തെ പെർഫ്യൂം വരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം കൂടിയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സീക്രട്സ് എന്നുള്ള എൻ്റെ ഒരു വൈറ്റമിൻ C ലോഷനാണിത്. ഇതിനും ഒരു ട്രയൽ പോയിന്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതാണിത് വരുന്നത്. ഒരു ഡേ ലോഷനാണ് വരുന്നത്. വൈറ്റമിൻ C ഡേ ലോഷനാണ് വരുന്നത്. ഇതും കൂടിയാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ 12 ഐറ്റമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത്രയും ഐറ്റം വാങ്ങിയത് കൊണ്ടായിരിക്കണം സ്മിട്ടൻ എനിക്കൊരു ഫ്രീ കിടക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ഇത് വരുന്നിട്ട് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതിൻ്റെ ഒരു ബോഡി ലോഷനാണ് വരുന്നത്. അടിപൊളി സ്മെല്ലാട്ടോ. നല്ല സ്മെല്ലാണ് വരുന്നത്. കണ്ടില്ലേ, ഇതാണ്. ഇത് മുർമുരു ബട്ടർ ആൻഡ് റോസ് ഇതിൻ്റെ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ, നല്ല കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് ബോഡി വാഷാണ്, ബോഡി വാഷ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ ഈ വട്ടം സ്മിട്ടന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ വട്ടം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ 199 12 പ്രൊഡക്ട്സും ഒരു ഫ്രീ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി. അതിന് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ എനിക്കൊരു ഡിലേ ആയിട്ട് തോന്നിയത് അവരുടെ ഷിപ്പിംഗ് കുറച്ച് ഡിലേ ആയിട്ട് ഫീൽ ചെയ്തു. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ, എന്തായാലും നമ്മുടെ ഐറ്റം കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്ക്. സ്മിട്ടനിൽ എപ്പോഴും ഇതുപോലെ ഓഫേഴ്സൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് സ്മിട്ടനിൽ വാങ്ങാൻ നോക്കുക. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് ഞാൻ അടുത്തതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.